السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي لا إله إلا هو الحي القيوم، والصلاة والسلام على نبيه خاتم الأنبياء والمرسلين والهادي إلى صراط المستقيم وعلى آله وصحبه الكرام الغر الميامين ومن تبعهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സഞ്ചർ വോക്കൽസിലെ മുഹബ്ബീങ്ങൾ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ മഹദ് ഫള് കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട റജബിൻ്റെ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സർവ്വസാധാരണയായിക്കൊണ്ട് എല്ലായിടത്തും ഗീബത്ത് എന്നുള്ളത് നിസാരവൽക്കരിക്കുന്ന ഒരു രൂപത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചകൾ നാം കാണുകയാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോര് വിളിക്കുകയും കുറ്റങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഗീബത്ത് വലിയ തെറ്റുകളല്ല എന്ന ഒരു രൂപത്തിലേക്ക് മാറുകയാണ്. അൽ ഗീബത്തു അശദ്ദു മിനസ് സിന എന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം വ്യഭിചാരത്തെക്കാളും കടുപ്പമാണ് ഗീബത്ത് എന്ന് പറയുമ്പോൾ, തെറ്റുകളുടെ കൂട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വ്യഭിചാരം തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ്. പക്ഷെ അതിനേക്കാളും കടുപ്പമാണ് ഗീബത്ത് എന്ന് പറയാനുള്ള കാരണം, വ്യഭിചാരം ചെയ്ത വ്യക്തി അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി റബ്ബിലേക്ക് തൗബ ചെയ്താൽ റബ്ബ് സ്വീകരിക്കാം. അദ്ദേഹത്തിന് തൗബ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ അവിടുന്ന് മോക്ഷം കിട്ടി അദ്ദേഹം പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നുകൊള്ളാം. നാളെ റബ്ബിൻ്റെ മുന്നിൽ ചിലപ്പോൾ അദ്ദേഹം വിജയിച്ചു കൊള്ളാം. പക്ഷെ ഗീബത്ത് പറഞ്ഞ വ്യക്തിക്ക് ഒരിക്കൽ പോലും നേരിട്ട് റബ്ബിലേക്ക് അവിടുന്ന് മാപ്പപേക്ഷ നടത്തിയത് കൊണ്ട് കാര്യമില്ല. കാരണം അദ്ദേഹം ആരെയൊക്കെയാണോ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് അവിടുന്ന് പരദൂഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ അവരെ ഓരോരുത്തരെയും പോയി കണ്ട് മാപ്പ് ചോദിക്കാതെ ഇദ്ദേഹത്തിൻ്റെ പാപം റബ്ബ് പൊറുക്കുകയില്ല. നമുക്കറിയാം, ഒരു വലിയ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൽ കൊണ്ട് പരുത്തി പഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് വെക്കുകയാണ്. അതെല്ലാം ഒരു കവറിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു ചാക്കിൽ കൊണ്ടുവന്ന് ഗ്രൗണ്ടിൻ്റെ നടുക്ക് കൊണ്ട് രാവിലെ കൊണ്ട് വിതറി നമ്മൾ ഇടുകയാണ്. അവിടെ ഇട്ട് ഒരു കൂന പോലെ ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞു. ഇനി ഏകദേശം വൈകുന്നേരമായപ്പോഴേക്കും ആ ഗ്രൗണ്ടിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കവിടുത്തെ ആ പഞ്ഞുകൾ മുഴുവനും എടുത്ത് കവറിലേക്ക് ആക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തിരികെ നമ്മൾ വൈകിട്ടെത്തുന്ന സമയത്ത് വിരലിലെണ്ണാവുന്ന മാത്രം പഞ്ഞ് നമുക്ക് അവിടുന്ന് കിട്ടുകയാണ്. കാരണം ബാക്കിയുള്ള പഞ്ഞുകൾ മുഴുവനും അവിടുന്ന് സ്പ്രെഡ് ചെയ്തു പോയി. അതെല്ലാം കാറ്റത്ത് പറന്നു പോവുകയാണ്. ഓരോ ദിശകളിലേക്കും പല ദിശകളിലേക്കും വ്യത്യസ്തമാകുന്ന രൂപത്തിൽ പറന്നും, അല്ലെങ്കിൽ ഏതെങ്കിലും മരങ്ങളുടെ ഇടയിലേക്കോ അല്ലെങ്കിൽ വീടുകളിലേക്കോ പല ഭാഗത്തേക്ക് അതങ്ങ് വിതറി പതറിപ്പോകുന്ന ഒരു കാഴ്ച നാം കാണുന്നത് പോലെ, അതേപോലെയാണ് ഗീബത്ത്. ഒരാളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ അത് കേട്ട വ്യക്തി അവ മറ്റുള്ളവരോട് പറയും. ഒരു ഗ്യാങ്ങിനോടായിരിക്കും പറയുന്നത്. ആ ഗ്യാങ് അവർ മറ്റുള്ള പല ആളുകളോടും പോയി പറഞ്ഞുകൊണ്ട് അതിങ്ങനെ പരദൂഷണം അങ്ങ് നമീമത്തായിക്കൊണ്ട് അങ്ങ് പരന്നു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് വിട്ട് നിൽക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. കാരണം എൻ്റെ അമലാണ്, ഞാനാണ് നന്നാകേണ്ടത്. എൻ്റെ ജീവിതം ഒരിക്കൽ പോലും ഞാൻ രക്ഷപ്പെടും, എങ്ങനെയാണ് ഞാൻ ആഖിറത്തിൽ അവിടുന്ന് വിരൽ കടിക്കുന്ന ഒരു അവസ്ഥയാണോ എനിക്കുള്ളത് എന്ന ചിന്തയാകണം എൻ്റെയും നിങ്ങളുടെയും മനതലങ്ങളിൽ ഉണ്ടാകേണ്ടത്. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഗീബത്ത് അവിടുന്ന് പറയാനുള്ള കാരണങ്ങൾ അവിടുന്ന് എടുത്തു പറയുകയാണ്. എങ്ങനെയാണ് ഗീബത്ത് പറയാൻ അവൻ കാര്യങ്ങൾ കണ്ടെത്തുന്നത്? ഒന്നാമത്തെ കാര്യം അവിടുന്ന് പറയുന്നത്, അവനോട് വെറുപ്പുണ്ടാവുക. ഒരു വ്യക്തിയോട് നമുക്ക് വെറുപ്പ് തോന്നിയാൽ നാം അവൻ്റെ കുറ്റങ്ങളെ കണ്ടുപിടിക്കൂ. അവൻക്ക് എന്തെല്ലാം കാര്യങ്ങൾ, അവൻ എത്ര നന്മകൾ ചെയ്തു കൊള്ളട്ടെ, അതൊന്നും നമുക്ക് കാണണ്ട, കേൾക്കണ്ട. അവൻ്റെ കുറ്റങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നാം അവനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. കുറ്റം പറയുന്നത് കൊണ്ട് അവനെ നാം വെറുപ്പ് വന്നത് കൊണ്ടാണ് നാം കുറ്റം പറയുന്നത്. ഈ കുറ്റം പറയുന്നത് കൊണ്ട് നമ്മുടെ വെറുപ്പ് തീരുന്നുണ്ടോ?
ഒരിക്കലുമില്ല. വെറുപ്പ് കൂടുകയാണ്. അവൻ്റെ കുറ്റങ്ങൾ ഓരോ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നത് കൊണ്ട് എനിക്കെന്ത് ലഭിക്കുന്നു? ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഇങ്ങനെ നാം പറഞ്ഞുകൊണ്ടിരുന്നു നമ്മുടെ അമലുകൾ അവൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം മാറുമെന്ന് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ അവിടുന്ന് പറയുകയാണ്. രണ്ടാമത്തെ കാരണം അവിടുന്ന് പറയുന്നു, ജനങ്ങളെല്ലാം അദ്ദേഹത്തിന് വലിയ അംഗീകാരം നൽകുന്നു. നാം കാണാറുണ്ട്, എഴുത്തുകളാകട്ടെ, പ്രഭാഷണങ്ങളാകട്ടെ, സംഘാടനങ്ങളാകട്ടെ, ഓരോ വിഷയത്തിലും ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രബോധകരായി നിൽക്കുന്നവരെ അവിടുന്ന് ഓരോരുത്തരും കുറ്റങ്ങൾ പറയുന്ന കാഴ്ചകൾ നാം സോഷ്യൽ മീഡിയ തുറക്കുന്നവരാണ്. ഫേസ്ബുക്ക് ആകട്ടെ, വാട്സപ്പ് ആകട്ടെ, അങ്ങനെ തുടങ്ങി ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നാം കാണുന്ന കാഴ്ചകൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഒരു വ്യക്തിയെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും അവിടുന്ന് തകർക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ കുറ്റങ്ങൾ പറയുകയാണ്, അവിടുന്ന് എഴുതുകയാണ്. ഓരോന്നും കണ്ടുപിടിച്ചുകൊണ്ട് നാം ഇങ്ങനെയെല്ലാം പറയുമ്പോൾ, ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ പറയണമെങ്കിൽ ഇത്രയും ആളുകൾ അംഗീകരിക്കുന്ന, ജനങ്ങൾ ഇത്രയും സ്വീകാര്യത കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ഒന്ന്, നമുക്ക് ഹസദുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തെ പോലെ എനിക്കാകാൻ സാധിച്ചില്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വന്നതുകൊണ്ട് നാം അവിടുന്ന് അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ തുരാന്ന് പറയുന്ന ഒരു ദുരവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാടില്ല. എൻ്റെ അമലാണ്. ഒരിക്കൽ പോലും നാം അവിടുന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നു. നമ്മൾ ആഖിറത്തിൽ പോയി എങ്ങനെയായിരിക്കും വിജയിക്കുക? എൻ്റെ ഏകദേശം 52% നന്മ എനിക്കുണ്ട്, 48% തിന്മയുമാണ് എൻ്റെ കയ്യിലുള്ളത്. 2% ബലത്തിൽ നാം സ്വർഗത്തിലേക്ക് കടക്കാനിരിക്കുന്ന സമയത്ത് അതേ ഉള്ളൂ നമ്മുടെ കയ്യിലാകെയുള്ള നന്മ. ഈ ഒരൊറ്റ നന്മ, ഈ 2 നന്മകൾ കാരണം നമ്മൾ സ്വർഗത്തിലേക്ക് കടക്കാനിരിക്കുമ്പോൾ ഗീബത്ത് നാം പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അമലുകൾ നേരെ അവനിലേക്ക് എടുത്തു കൊടുക്കുകയാണ്. ആ അമല് കിട്ടിയതുകൊണ്ട് അവന് സ്വർഗത്തിൽ പോകണമെന്നില്ല. പക്ഷെ എൻ്റെ അമലുകൾ അങ്ങോട്ട് പോയി, ഞാൻ എൻ്റെ തിന്മകൾ വർദ്ധിക്കുന്നു, എൻ്റെ നന്മകൾ കുറയുന്നു, ഞാൻ നേരെ നരകത്തിലേക്കായിരിക്കാൻ പോകുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നാം നന്നാവുക? മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ പറയുന്ന മൂന്നാമത്തെ കാര്യം, കളിതമാശക്ക് അവിടുന്ന് ഗീബത്ത് പറയുക. എങ്ങനെ കളിതമാശക്ക് പറയുക? നമ്മളെല്ലാം നിസ്സാരവൽക്കരിക്കുകയാണ്. എല്ലാം തമാശയിലൂടെ അവിടുന്ന് പച്ചക്ക് പറയുന്നൊരു രൂപം, എന്നിട്ട് അത് ന്യായീകരിക്കുന്ന ഒരു രൂപങ്ങൾ. അതേ, ഒന്ന് പള്ളിയിൽ പോയി സുബഹി നിസ്കരിച്ചു, അല്ലെങ്കിൽ മറ്റുള്ള വഖ്തുകൾ നിസ്കരിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നാം അവിടുന്ന് എന്തെങ്കിലും സൊറ പറഞ്ഞിറങ്ങുന്നവരായിരിക്കാം. ആ ഇറങ്ങുന്ന സമയത്ത് അവിടുന്ന് എല്ലാവരെയും നോക്കിക്കൊണ്ട് നാം നോക്കുന്ന എൻ്റെ അമലുകൾ, എൻ്റെ നിസ്കാരം റബ്ബ് കബൂലാക്കിയോ, സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ചിന്ത വരുന്നതിനു പകരം നാം മറ്റുള്ളവരിലേക്ക് നോക്കുകയാണ്. നമ്മുടെ കാല് വലിയ മന്തായിരിക്കാം, പക്ഷെ മറ്റുള്ളവരുടെ ഉണ്ണിമന്തുകൾ, ചെറിയ മന്തുകൾ നോക്കിക്കൊണ്ട് നാം അവരെ പരിഹസിക്കുമ്പോൾ നമ്മുടെ കാലിലും വലിയ മന്തുണ്ടെന്ന് ഒരു തോന്നൽ നമുക്കുണ്ടാകണം. കാരണം നാം ആരും നല്ലവരാകാൻ നാം ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷെ അത് ഞാൻ അറിയണം, ഞാൻ നല്ലവനാണ്, എൻ്റെ നന്മകൾ റബ്ബ് സ്വീകരിക്കുന്നുണ്ട് എന്നുറപ്പ് ഒരു മനുഷ്യനും പറയാൻ സാധ്യമല്ല. നാം പള്ളിയിൽ നിന്ന് ഇറങ്ങി വരികയായിരിക്കാം, 2 പേർ ഒരുമിച്ച് കൂടുമ്പോഴാണല്ലോ സംസാരങ്ങൾ ഉണ്ടാകുന്നത്. ആ 2 പേരും കൂടെ ഇറങ്ങി വരുമ്പോൾ ഒരു വീട്ടിൽ ലൈറ്റ് കാണുന്നില്ലെങ്കിൽ അവിടുന്ന് പറയുകയാണ്, അയാൾ സുബഹിസ്കരിച്ചിട്ടില്ല, അയാൾ എപ്പോഴും ഉറക്കുക, അല്ലെങ്കിൽ ജമാഅത്തിന് പള്ളിയിൽ കാണില്ല. എന്തിനാ അതൊക്കെ പറയേണ്ട ആവശ്യം? എന്തിനാണ് നാം അത് പറയുന്നത്? ആ വ്യക്തി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി പിന്നീടൊന്ന് കണ്ട് അവിടുന്ന് നാം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ സുഹൃത്തെ, താങ്കളെ സുബഹിക്ക് കാണുന്നില്ലല്ലോ, എന്ത് സംഭവിച്ചു? ഞാൻ ഫോൺ വിളിക്കണോ? ഞാൻ വിളിച്ച് താങ്കൾ ഉണർത്തണോ? ഞാൻ ഉണർത്താം. അല്ലെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന് ചോദിക്കേണ്ടതിന് പകരം നാം അവിടുന്ന് കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കുന്ന രൂപത്തിലേക്ക് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്നത്, നാം കഷ്ടപ്പെട്ട് അവിടുന്ന് ഉറക്കമുളച്ചെല്ലാം കഴിഞ്ഞ് ഉറക്കത്തിൽ നിന്നെല്ലാം ഉറക്കങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നേരെ സുബഹിക്ക് എഴുന്നേൽക്കുന്നു. ആ സുബഹിക്ക് എഴുന്നേറ്റുകൊണ്ട് നേരെ പള്ളിയിലേക്ക് പോയി ജമാഅത്തിന് പങ്കെടുക്കുന്നു. വലിയ കടമ്പകൾ വീട്ടിയവരാണ് നാം ഓരോരുത്തരും. ആ കടമ്പകൾ അത് സംരക്ഷിച്ചു വെക്കേണ്ടതും കൂടെ നമ്മുടെ ബാധ്യതയാണ്. ഇതങ്ങനെയല്ല ചെയ്യുന്നത്.
നമുക്കിതിൻ്റെ കാര്യഗൗരവങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. ആ കഷ്ടപ്പെട്ട് നിസ്കരിച്ച ജമാഅത്ത് നിസ്കാരത്തിൻ്റെ കൂലി നാം കളയുകയാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉറങ്ങി എഴുന്നേറ്റ് ആ ഉറക്കങ്ങളെല്ലാം കളഞ്ഞു വന്നവരാണ്. നമ്മുടെ ഉറക്കവും പോയി. നാം കുറ്റം പറഞ്ഞവനിക്കോ ആ കുറ്റം പറഞ്ഞവനിക്ക് ഉറക്കവും കിട്ടി, നമ്മുടെ ജമാഅത്തിൻ്റെ പ്രതിഫലവും അവനിക്കും കിട്ടി. ഇങ്ങനെയാകുമ്പോഴത്തേക്കും പിന്നെ എങ്ങനെയാണ് നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ ഇബാദത്തുകളും റബ്ബ് ഖബൂലിയത്ത് നൽകുന്നത്? സുഹൃത്തുക്കളെ, ഒരിക്കലും നാം നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തിക്കൂടാ. മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, ഇതിനെല്ലാം ചികിത്സയുണ്ട്. ഈ ഗീബത്ത് മാറ്റണമെങ്കിൽ, ഈ പരദൂഷണങ്ങൾ പറച്ചിൽ നിർത്തണമെങ്കിൽ അവിടുന്ന് വലിയൊരു ചികിത്സ അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കറിയാം നമുക്കൊരു രോഗമുണ്ടാകുമ്പോൾ ആ രോഗത്തിന് നാം മരുന്ന് കഴിക്കുന്നവരാണ്. മരുന്ന് കഴിക്കുമ്പോൾ അവിടുന്ന് രോഗം മാറാം. ആ രൂപത്തിൽ നാം മരുന്ന് കഴിക്കുന്നവരാണ്. ഒരു ഗീബത്ത് പറയുമ്പോൾ, ഒരു വ്യക്തിയെ കുറ്റം പറയുമ്പോൾ, ആ മനുഷ്യനെ മറ്റുള്ള ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യപ്പെടുത്തുമ്പോൾ, നിസാരവൽക്കരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കൂലി കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ആ പറയുമ്പോൾ ആ വ്യക്തി നന്നാകുന്നുണ്ടോ? ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ അമലുകൾ അവിടെ നഷ്ടപ്പെടുകയല്ലേ? ആ പറച്ചിൽ കൊണ്ട് ആ വ്യക്തി അറിയുന്നുമില്ല എന്നെ ഇങ്ങനെ പറയുന്നുണ്ടെന്ന്. അതുകൊണ്ട് നമ്മുടെ നാവ് നാം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടവരാണ്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ സവാജിറിൽ പറയുകയാണ്, അവിടുന്ന് ഈ ഗീബത്തുകൾക്ക് അവിടുന്ന് ചികിത്സയുണ്ട്. എന്താണ് അതിൽ ഒന്നാമത്തെ ചികിത്സ പറയുന്നത്? റബ്ബിന്റെ കോപവും അവിടുത്തെ ശിക്ഷയും എനിക്ക് ഇറങ്ങും എന്നുള്ളൊരു ബോധമാണ് നമുക്ക് വേണ്ടത്. ഏത് സമയത്തും റബ്ബിന്റെ ശിക്ഷ ഇറങ്ങാം, അവിടുത്തെ കോപങ്ങൾ ഇറങ്ങാം. നാം കണ്ടവരാണ്, സുനാമി നമ്മുടെ മുന്നിൽ വന്നവരാണ്, പ്രളയം വന്നിട്ടുണ്ട്, കൊറോണ വൈറസുകൾ നമ്മുടെ മുന്നിൽ വന്നു. എന്തെല്ലാം മാരകങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, എത്ര രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നു. എങ്കിലും നാം നിർത്തില്ല. നാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്നതിൻ്റെ ഫലങ്ങൾ ചിലപ്പോൾ നമ്മളോ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പലതിലും അവിടുന്ന് സംഭവിക്കുന്നുണ്ടാകാം. നമ്മുടെ ജോലി വിഷയങ്ങളിൽ ജനങ്ങൾ കാണുന്ന ഓരോരുത്തരും നമ്മളെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്, അയാൾ ഇസ്സത്തുള്ള വ്യക്തിയാണ്, നല്ല വ്യക്തിയാണ് എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം എല്ലാവരെയും കുറിച്ച് മോശം പറയുന്നയാളാണ്. ആരും കാണാതെ മറ്റുള്ളവരുടെ ഇടയിൽ പോയി ഗീബത്തുകൾ, പരദൂഷണങ്ങൾ പരത്തുന്നയാളാണ്. അന്ന് വേറെ ആളുകളുടെ മുന്നിലോ അവിടുന്ന് നല്ല മനുഷ്യനായി ചമയുന്നയാളാണ് എന്ന രൂപത്തിലേക്ക് വരും. എന്തിനു വേണ്ടിയാണ്? റബ്ബിന്റെ കോപവും ശിക്ഷയും നമ്മിലേക്ക് ഇറങ്ങുമെന്നൊരു ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നാം ആ തെറ്റിലേക്ക് കടന്നു ചെല്ലില്ല എന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. അവിടുന്ന് രണ്ടാമത്തെ കാര്യം പറയുന്നത്, എൻ്റെ അമലുകൾ ഈ ഒരൊറ്റ കാരണം കൊണ്ട് പൊളിഞ്ഞു പോകുമെന്ന് മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, സക്കാത്തുകൾ കൊടുക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, പക്ഷെ എല്ലാം അവിടുന്ന് നിഷ്പ്രയാസമായി പോകുന്ന ഒരു കാഴ്ച കാണുകയാണ്. അവിടുത്തെ ഓരോ വ്യക്തികളെ കുറിച്ച് കുറ്റങ്ങൾ പറയുമ്പോൾ നാം ഇത്രയും കഷ്ടപ്പെട്ട് എത്രയോ ലക്ഷങ്ങൾ മുടക്കി നാം ഹജ്ജിന് പോയിട്ടുണ്ടാകാം. ആ ഹജ്ജിന് പോയി കഴിഞ്ഞ് ഹാജിയായി നിന്നുകൊണ്ട് നാം ഒരു വ്യക്തിയെ കുറ്റം പറയുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഹജ്ജ് ആ വ്യക്തിയിലേക്ക് പോവുകയാണ്. എല്ലാ അമലുകളും തീരുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി കള്ളു കുടിച്ചിട്ടുണ്ട്, ആ വ്യക്തിയെക്കുറിച്ച് കുറ്റം പറഞ്ഞവനാണോ? നമ്മുടെ കയ്യിൽ ഇനി അമലുകൾ കൊടുക്കാനില്ലെങ്കിൽ അവൻ കുടിച്ച കള്ളിൻ്റെ ആ ശിക്ഷയും പേറി ഭാരങ്ങൾ നമ്മുടെ തലയിലേക്ക് വരുന്ന ഒരു ദുരവസ്ഥ നമ്മിലേക്കുണ്ടാകും. ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ നാവ് നാം സൂക്ഷിക്കുക. ആരെയും കുറ്റങ്ങൾ പറയല്ല. എന്തിനാണ് പറയുന്നത്? നമുക്ക് ന്യായീകരണങ്ങൾ ഉണ്ടാകാം. ഓരോന്ന് പറയും, ഇതൊക്കെ പറയേണ്ടതാണ്, ഇതൊക്കെ ഗീബത്ത് എന്ന് പറഞ്ഞ് തട്ടിക്കളയേണ്ടല്ല, ഇതൊക്കെ പറയുന്നതാണ് എന്ന് പറയുന്നവർക്ക് ദീൻ മനസ്സിലായിട്ടില്ല എന്നേ നമുക്ക് പറയാൻ സാധിക്കൂ. ഉള്ളതാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പോലും ഉള്ളത് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്, ഇല്ലാത്ത പറയുന്നതാണ് കളവ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങൾ, അവിടുന്ന് കളവ് പറയല്ല, അവിടുന്ന് ഗീബത്തുകൾ പറയല്ല. അവിടുന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുകയാണ്, അൽ മുഗ്താബ് വൽ മുസ്തമിഉ ശരീകാൻ ഫിൽ ഇസ്മി. ഗീബത്ത് പറയുന്നവനും കേൾക്കുന്നവനും ശിക്ഷയുടെ വിഷയത്തിൽ തുല്യരാണ്, തെറ്റിന്റെ വിഷയത്തിൽ തുല്യരാണെന്ന് പറയുമ്പോൾ എന്തേ അവിടുന്ന് ഗീബത്തുകൾ കേൾക്കുകയാണ്? നാം പറഞ്ഞിട്ടില്ലായിരിക്കാം. ഒരു സദസ്സിലിരിക്കുമ്പോൾ അവിടുന്ന് ഏതെങ്കിലും ഒരു വ്യക്തി വിഷയം അങ്ങോട്ടിട്ടു, പിന്നെ ചർച്ചകളായും ഓരോ വ്യക്തികളെയും ഫോക്കസ് ചെയ്തുകൊണ്ട് നാം കുറ്റങ്ങൾ പറയുകയായിരിക്കാം. എന്തെങ്കിലും ഒരു വിഷയത്തിൽ, ജോലി സംബന്ധമാകാം അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങൾ സംബന്ധമാകാം. ഇതെല്ലാം പറയുമ്പോൾ
നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുകയാണ്. ഇതിനൊക്കെ ന്യായീകരിക്കുകയാണ്. ആ കേൾക്കുന്ന സമയത്ത് ആ പറയുന്നവനെ പോലെ തന്നെയാണ് കേൾക്കുന്നവനും ശിക്ഷ ലഭിക്കുന്നത്, തെറ്റുകാരനിൽ ഉൾപ്പെട്ടു പോകുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം റബ്ബ് അവൻ്റെ സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഗീബത്ത് പറയുമ്പോൾ സുഹൃത്തെ, നീ അവിടുന്ന് ആരെയും കുറിച്ച് കുറ്റം പറയല്ല, അല്ലെങ്കിൽ ഞാൻ ഈ സദസ്സിൽ നിന്നൊന്ന് പൊക്കോട്ടെ എന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുന്നവർക്ക് നാളെ സ്വർഗമുണ്ടെന്ന്, അല്ലെങ്കിൽ നരകത്തിൽ കടക്കില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരികയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുന്ന് ശിഷ്ടകാല ജീവിതം അവൻ്റെ പൊരുത്തത്തിലായി ത്വഅത്തിലായി ജീവിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും തന്നുകൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.